നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാർച്ച് ആദ്യം മുതൽ തന്നെ വേനൽ മഴ എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഈ പ്രാവശ്യം നേരത്തെ തന്നെ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിൽ ചാരനിറത്തിലുള്ള നിംബസ് കാർമേഘങ്ങൾ വ്യാപകമാകുന്നതും ന്യൂനമർദ്ദപാതിയുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. വേനൽ മഴ പലപ്പോഴും കർഷകർക്ക് ഏറെ ആശ്വാസമുണ്ടാക്കാറുണ്ട്. എന്നിരുന്നാലും വേനൽ മഴയുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന വർധനവ് കേരളത്തിന് അത്ര ശുഭകരമല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗുണത്തിലേറെ ദോഷമാണ് വേനൽമഴ കൊണ്ട് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴ വർദ്ധിച്ചാൽ താപനില ക്രമാതീതമായി ഉയരുന്ന സ്ഥിതിയാണുള്ളത്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പരിസ്ഥിതി ആഘാതങ്ങളിലേക്കും നയിക്കും. ഓരോ വർഷവും തോറും കേരളത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാലാവസ്ഥാ റിപ്പോർട്ടർ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് 2024 കേരളത്തിന് ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. വേനൽ മഴയുടെ അളവ് കേരളത്തിൽ എപ്പോഴെല്ലാം വർദ്ധിച്ചുവോ അതിനനുസരിച്ച് കേരളം ചുട്ടുപൊള്ളുന്ന സ്ഥിതിയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഡേറ്റ പ്രകാരം കഴിഞ്ഞ 50 വർഷമായി സംസ്ഥാനത്ത് വേനൽ മഴ വർദ്ധിച്ചു. ഇത് സംസ്ഥാനത്തെ ശരാശരി താപനില വർദ്ധിക്കുന്നതിന് ഇടയാക്കി. ശരാശരി കണക്കുപ്രകാരം വേനൽക്കാലത്ത് കേരളത്തിൽ ഏകദേശം 359.1 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 50 വർഷമായി വേനൽ മഴ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വേനൽക്കാലത്ത് കേരളത്തിലെ ശരാശരി താപനില വർദ്ധിക്കാൻ കാരണം അധികം വേനൽ മഴയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അന്തരീക്ഷ വായു ചൂടുമ്പോൾ അത് വികസിക്കുകയും കൂടുതൽ നീരാവി വഹിക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് തീവ്രമഴയ്ക്ക് കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ വായു കൂടുതൽ നീരാവി വഹിക്കുന്നു. വായുവിലെ താപനില ക്രമേണ ഉയരുകയാണെങ്കിൽ ഈർപ്പം ശേഷിക്കാൻ കൂടുതൽ ഇടം സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് ഹ്രസ്വകാലങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളത്തിൽ വേനൽ മഴ കുത്തനെ ഉയരുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ വർഷം മാർച്ച് 1 മുതൽ മാർച്ച് 22 വരെ വലിയ അളവിൽ വേനൽക്കാല മഴ ലഭിച്ചു. ഈ കാലയളവിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന വേനൽക്കാല മഴയേക്കാൾ 79% കൂടുതലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഈ പ്രാവശ്യം 12 ജില്ലകളിൽ കൂടുതൽ വേനൽ മഴ ലഭിച്ചു. കണ്ണൂർ ജില്ലയിൽ 304% കൂടുതൽ വേനൽ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് സാധാരണയേക്കാൾ കുറവ് മഴ ലഭിച്ചത്. മാർച്ച് 1 മുതൽ 22 വരെ വിവിധ ജില്ലയിൽ ലഭിച്ച വേനൽ മഴയുടെ കണക്കുകൾ ഒന്ന് നോക്കാം. ജില്ലയിൽ ലഭിച്ച മഴയും അതുപോലെ തന്നെ സാധാരണയായി ലഭിക്കുന്ന മഴയും ലഭിച്ച അധിക മഴയും ഒന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് 83.3% മില്ലിമീറ്റർ മഴയാണ് സാധാരണഗതിയിൽ പെയ്യാറുള്ളത്. എന്നാൽ 26.1% ഇപ്പോൾ ലഭിച്ചത്. അതായത് അധിക മഴയായി ലഭിച്ചത്. അതായത് 219% കൂടുതലാണ് എന്നാണ് വ്യക്തമാകുന്നത്. കൊല്ലത്ത് 56% മഴയാണ് പെയ്തതെങ്കിൽ 49% കൂടുതലാണ് മഴ ഇവിടെ പെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 75% പെയ്യേണ്ടടുത്ത് 83% വളരെ കൂടുതലാണ് പെയ്തിരിക്കുന്നത്. ആലപ്പുഴയിൽ 39% പെയ്യേണ്ടടുത്ത് 24% മഴയാണ് ഇവിടെ പെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 73 പെയ്യേണ്ടടുത്ത് 90% മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ 40% പെയ്യേണ്ടടുത്ത് 18% സാധാരണ അളവിലാണ് മഴ ലഭിച്ചത്. എന്നാൽ എറണാകുളത്തേക്ക് വരുമ്പോൾ അത് 38% പെയ്യേണ്ടടുത്ത് 31% കൂടുതലാണ് എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ 23.7% പെയ്യേണ്ടടുത്ത് 44% ഉയർന്നിരിക്കുന്നു. പാലക്കാട് 27% പെയ്യേണ്ടടുത്ത് 62% ഉയർന്ന മഴയാണ് പെയ്തത്. മലപ്പുറത്ത് 96% വളരെ കൂടുതൽ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ 42.5 മില്ലിമീറ്റർ പെയ്യേണ്ടടുത്ത് 195% വളരെ കൂടുതൽ മഴയാണ് പെയ്തിരിക്കുന്നത്. വയനാടിൽ 34.8 മില്ലിമീറ്റർ ആണെങ്കിൽ 110% വരെ മഴ ഇവിടെ ലഭിച്ചിരിക്കുന്നുണ്ട്. കണ്ണൂരിൽ 42.10 ലഭിക്കേണ്ടതെങ്കിൽ 304% മഴ ലഭിച്ചിരിക്കുന്നുണ്ട്. കാസർഗോഡ് 4.3 പെയ്യേണ്ടടുത്ത് 43% ആണ് പെയ്തിരിക്കുന്നത്. -43% വളരെ കുറവ് മഴയാണ് പെയ്തിരിക്കുന്നത്. വേനൽ മഴയും ഉയർന്ന താപനിലയും സൃഷ്ടിക്കുന്ന ഭീഷണികൾ അധികമാണ്. ഉഷ്ണതരംഗം, സൂര്യാഘാതം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കും. ഉഷ്ണതരംഗങ്ങൾ ബാഷ്പീകരണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. തുടർന്ന് ലഭിക്കുന്ന മഴ കൂടുതൽ തീവ്രമായ മഴയ്ക്ക് കാരണമാകും. വരണ്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇത് വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കും. വരൾച്ച ചില പ്രദേശങ്ങളിൽ മഴയുടെ അളവ് വർദ്ധിക്കുമ്പോൾ മറ്റ് ചില പ്രദേശങ്ങളിൽ ബാഷ്പീകരണവും ചൂടും വർദ്ധിക്കുന്നത് മൂലം വരൾച്ച അനുഭവപ്പെടാം.
കാട്ടുതീ ഉണ്ടാകുന്നുണ്ട്. വരണ്ട കാലാവസ്ഥയും ഉയർന്ന താപനിലയും കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കും. ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കും. താപനിലയും മഴയുടെ അളവിലുമുള്ള മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൃഷിയെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും കൃഷിയെയും അതിന്റെ വിളകളെയും നശിപ്പിക്കുന്നു. ഉഷ്ണതരംഗങ്ങൾ ആസ്മ പോലെയുള്ള ശ്വസന രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ചൂട് കാലത്ത് ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹൃദയത്തെയും വൃക്കകളെയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കും. ഉയർന്ന താപനില നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. കേരളത്തിൽ ഇടിമിന്നൽ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. മണ്ണിടിച്ചിലിനും സാധ്യത സംസ്ഥാനത്ത് ഉയർന്നു വരും. മാത്രമല്ല, മൺസൂണിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അധിക മഴ പെയ്താൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ സാഹചര്യത്തിൽ മഴക്കാലത്തും അധിക മഴ ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് മലപ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഈ താപനില വർദ്ധിക്കുന്നത് ഇടിമിന്നലുള്ള സാധ്യത വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താപനിലയിലെ ഓരോ ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ഇടിമിന്നൽ സാധ്യതയിൽ 12% വർധനവ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ജാഗ്രത പുലർത്തേണ്ടതാണ്.